ഈ ആവേശം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ജീവിതം ഒന്ന് മാറി മറിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് വ്യത്യാസമാണ്. എന്താണ് ഒരുപാട് വർക്കുകൾ, 100-ൽ-പരം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പരസ്യവും സിനിമയും ഷോർട്ട് ഫിലിംസ് എല്ലാം കൂടി. ആവേശത്തിന് മുന്നേ അല്ല, ടോട്ടലി ചെയ്തിട്ടുണ്ട്. ഓക്കെ. പക്ഷെ ഇതുവരെ എന്നെ ആർക്കും അറിയിണ്ടായിരുന്നില്ല, റെക്കഗ്നൈസ് ചെയ്യും. മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആവേശം കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ സെറ്റിൽ പോയാലും അല്ലാതെയൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോയാലും എല്ലാവർക്കും തിരിച്ചറിയാം. അതൊരു വലിയ സന്തോഷമല്ലേ? ഫോട്ടോ എടുക്കാൻ ആള് റെക്കഗ്നൈസ് ചെയ്യപ്പെടുക, ആ ഫീൽ എന്താണ് ഈ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു ക്രൗഡിലൊക്കെ നിൽക്കുമ്പോൾ? അത് ഭയങ്കര സുഖമല്ലേ? നമ്മളെ ഇത്രയും ജനമുള്ളൊരു സ്ഥലത്തുനിന്ന് നമുക്ക് അതിൽ നിന്ന് പിക്കപ്പ് ചെയ്യണമെന്നുള്ളത് വലിയൊരു സന്തോഷം ലൊക്കേഷന്റെ പുറത്തൊക്കെ ആളുകൾ വന്ന് വെയിറ്റ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാനൊക്കെ കേട്ടു. ഇപ്പൊ ഞാൻ ആഭ്യന്തര കുറ്റവാളി ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഗേറ്റിന്റെ പുറത്തൊക്കെ ആൾക്കാർ വന്നിട്ട് ചേച്ചി ഒരു ഫോട്ടോ എടുത്തിട്ട് കാണുമ്പോൾ ചോദിക്കും ഹാപ്പി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. കൂടുതലും ടീനേജ് കുട്ടികൾക്കാണ്. അവർ പ്രാവശ്യം കണ്ടിട്ടേ ബസ് സ്റ്റോപ്പിൽ, ഞാൻ താമസിക്കുന്ന സ്ഥലവും ഈ ലൊക്കേഷൻ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിലൊക്കെ ആൾക്കാർ വെയിറ്റ്, കുട്ടികൾ മെയിൻലി, അയ്യോ ഹാപ്പി അല്ലേ ആന്റി പോണു. റിയൽ ലൈഫിൽ ആരോടെങ്കിലും ചേച്ചി ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഹാപ്പി അല്ലേ എന്ന് എപ്പോഴെങ്കിലും? ഹാപ്പി അല്ലേ, സുഖല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഹാപ്പി അല്ലേ എന്നുള്ളത് അധികം അങ്ങനെ വരാറില്ല. പക്ഷെ ഇതിലതൊരു എന്താ പറയാ, ഭയങ്കര ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇപ്പൊ ഒരുപാട് പേരുടെ ലൈഫ് മാറ്റിയിട്ടുള്ള ഡയലോഗ് അത് സിനിമയിൽ വരുമ്പോൾ അതിനൊന്നുകൂടി എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ്. ചേച്ചി എങ്ങനെയാണ് ആവേശത്തിലേക്ക് വരുന്നത്, കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെ? ജിതു എൻ്റെ കൂടെ ഞാൻ മുമ്പ് ഒരു പരസ്യ ചിത്രം ചെയ്തിട്ടുണ്ട്, ഫുഡ്മാ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ തുടക്കം ജിതുവിന്റെ പരസ്യമാണ്. അപ്പോൾ സിനിമയുടെ ഒപ്പം തന്നെ വന്നതാ അത്. അങ്ങനെ ജിതു രോമാഞ്ചത്തിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് വിളിച്ചു. അത് ചെല്ലുമ്പോ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു ചേച്ചിക്കുള്ളത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാത്തിരുന്നു, വന്നു കണ്ടു കീഴടക്കി. ഇത്ര അതിങ്ങനെ ഒരു ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് എപ്പോഴെങ്കിലും പ്രതീക്ഷ ചെയ്യുമ്പോഴും ഉണ്ടായിരുന്നില്ല, ഡബ് ചെയ്യുമ്പോഴും വിചാരിച്ചില്ല. അതിലത്തെ തന്നെ ആൾക്കാർ കണ്ടിട്ട് പറഞ്ഞിരുന്നു ചേച്ചി ഇതൊരു ഭയങ്കര രസമായിരിക്കും വരുമ്പോ. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞത് ഒരു ഡയലോഗ് ഉള്ളൂ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കില്ല. നമ്പർ ഓഫ് സീൻസ് കുറവാണല്ലോ. അതെ അതെ. പക്ഷെ അത് ഏറ്റവും കുറവ് ചെയ്തത് ഇതിലാണ്, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കുറവ് ചെയ്തത് ഇതാണ്. പക്ഷെ സിനിമ കറക്റ്റാ പ്ലേസ് ചെയ്തിരിക്കുന്നത്, കറക്റ്റായിട്ട് വന്നത് കാരണം സിനിമ മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നു. ആവേശത്തിൽ ഒരു ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറികളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചിന്റെ ഓർമ്മകളിൽ? ഓർമ്മ എന്ന് പറഞ്ഞാൽ ടോട്ടലി നല്ല ടീമാണ്, നല്ല സുഖമായിരുന്നു ജിത്തുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ആ കുട്ടികളാണെങ്കിലും അതെ, ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിലും കൂടുതലെന്ന് വെച്ചാൽ ആദ്യം സിനിമ തുടങ്ങുന്നത് ക്യാമറ വെക്കുന്നത് എൻ്റെ മുഖത്തേക്ക്. സിനിമ ഏറ്റവും അവസാനം എൻ്റെ കൗണ്ടർ പോർഷൻസ് എല്ലാം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്തിരുന്നു. അതും അവസാനത്തെ ക്ലാപ്പ് ഉണ്ടാവുന്നതും പാക്കപ്പ് പാർട്ടി ഉണ്ടാവുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് ലൈഫിൽ ഉണ്ടാവുന്നത്. പടം തുടങ്ങുന്നത് ചേച്ചീന്റെ അതെ, ആ ഇടവഴിയിലേക്ക് നടന്നു വരുന്ന ആ സീനാണ് ആദ്യത്തെ. അപ്പൊ അത് ഈ സിനിമാക്കാർ കേൾക്കേണ്ട ഒരു കാര്യമാണ്. നീരജ് ചേച്ചിന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് ആവേശം സ്റ്റാർട്ട് ചെയ്തത്.